അബ്ദുള്ള, ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര സംഘർഷമാണ്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അവിടെ അവാമി ലീഗിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എത്തുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഭാരതത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ ശരി, സമ്മതിക്കാം, അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാണ്. ഓരോ രാജ്യത്തിനും ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഭാഗമായി ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു 27-കാരനായ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ നടന്ന വലിയ കലാപം, ഏതാണ്ട് ഒരു മാസം നീണ്ടുനിന്ന കലാപം, അത് അവാമി ലീഗിനെതിരെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ തെരുവിലിറങ്ങി നടത്തുന്ന ഒരു പ്രക്ഷോഭമാണ്. ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് എന്തിനാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും തകർക്കുന്നത്? ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാർലമെന്ററി കമ്മിറ്റി സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 1780ഓളം ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ പാകിസ്ഥാനിൽ പല കാലഘട്ടങ്ങളിലായി തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ വിശാലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മുസ്ലിം രാഷ്ട്ര സങ്കല്പത്തിൽ ന്യൂനപക്ഷങ്ങൾ ജീവിക്കേണ്ടതില്ല എന്നുള്ളതാണോ? എന്താ ചോദ്യം? അപ്പോൾ താങ്കളോട് ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഒരാളെ പിടിച്ചു നിർത്തി, അയാളോട് മതം ചോദിച്ചു, ജാതി ചോദിച്ചു. അയാൾ ഒരു മുസ്ലിമാണെന്ന് ധരിച്ച് അയാളെ തല്ലിക്കൊന്നു. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമായി അതിനൊരു മതപരമായ സ്വഭാവം ഞാൻ കേട്ടിട്ടില്ല. അതിന് തലേ ദിവസം ഞാൻ കേട്ടിട്ടില്ല. അതിനൊരു മതപരമായ സ്വഭാവമാണുള്ളത്. അതിന്റെ ഇടയിൽ അല്ല ശ്രീ അബ്ദുള്ള, അതുകൊണ്ടല്ല പാലക്കാട് നടന്ന സംഭവത്തിന് എന്ത് മതസ്വഭാവമാണ്? മുസ്ലിമാണ് നീ കരുതി കൊന്നു. ആര് കരുതിക്കൊണ്ട്? അങ്ങനെ പോലീസ് പറയുന്നുണ്ടോ? അയാൾ മുസ്ലിമാണെന്ന് വിചാരിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞു കേൾക്ക്. ഇതുവരെ നിങ്ങൾ പറഞ്ഞു അതിനൊക്കെ എന്ത് മതസ്വഭാവമാണ്, അതിനൊക്കെ ഉത്തരവാദി മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മറ്റുള്ളവർ കൊല്ലുന്നത് നിങ്ങൾ കണക്ക് കൂട്ടണ്ടേ? മെനിയാന്ന് ഒരു സംഭവം ഉണ്ടായി. ബീഹാറിൽ ഒരാളെ പിടിച്ചു നിർത്തി, പത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. അയാളെ പിടിച്ചു നിർത്തി, പിന്നെ പേര് ചോദിച്ചു, എന്നിട്ട് പേര് പറഞ്ഞു. അവസാനം അയാളെ വിവസ്ത്രനാക്കി, അയാളുടെ ശരീരം പരിശോധിച്ചു, അയാൾ മുസ്ലിമാണെന്ന് മനസ്സിലാക്കി അയാൾ തല്ലിക്കൊന്നു. നമ്മൾ പറയും നമ്മുടെ അഭിമാനിക്കുന്ന ജനാധിപത്യ എന്താ പറയേണ്ടത്, ഇതുപോലത്തെ എല്ലാവിധ മതസ്വാതന്ത്ര്യവും മതേതരത്വത്തിൻ്റെ മകുടോദാഹരണവും ഒക്കെയായ ഈ ഇന്ത്യ രാജ്യത്താണ് ഇതുപോലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഏതെങ്കിലും തോണ്ടിക്കൊണ്ടുവന്ന് ഇതിനൊക്കെ ഉത്തരവാദി ഇസ്ലാമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ നടന്ന കൊലകൾക്ക് ഈ പറഞ്ഞ ഈ ബീഹാറിലെ സംഭവം നിഷേധിക്കാൻ കഴിയില്ല. താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ നാളെ ഞാൻ കട്ടിങ്സുമായിട്ട് വരാം. ഈ തരത്തിലുള്ള സംഗതികൾ ഇന്ത്യയിലും ഒക്കെ നടക്കുന്നുണ്ട്, ലോകത്തും. ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ വരെ നടന്നിട്ടുണ്ട്. ആൾക്കൂട്ട കൊല അമേരിക്കയിൽ നടന്നിട്ടില്ലേ? ഇത്ര സംഭവങ്ങളാണ് നടന്നത്, ചവിട്ടിക്കൊന്ന സംഭവങ്ങൾ. അത് ഒരു പക്ഷേ ഒരർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലെന്നൊക്കെ അല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനൊക്കെ ഉത്തരവാദി ഇസ്ലാമാണെന്ന് പറയുമ്പം ഇസ്ലാമിൽ പറയുന്നത് എന്താ? നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ വചന. ജാമിദ ടീച്ചറുണ്ട്, ഞാൻ അഥവാ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ തിരുത്തും. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന യുഖാതിലുക്കും ഫിദ്ദീൻ. നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ അതബറൂഹും, നിങ്ങൾ അവരോട് നന്മ ചെയ്യണം. തുഖ്സിത്തുവിലെയും അവരോട് നീതി പാലിക്കണം. ഇതാ ഇസ്ലാം. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ കൈ കെട്ടി നിൽക്കണം എന്നാണ് പറയേണ്ടത്. ഇങ്ങോട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശുദ്ധ ഖുർആൻ വാചകം പ്രത്യേകം പറയുന്നുണ്ട്. ഉദിനില്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി ബിഅന്നഹും ളുലിമൂ. നിങ്ങൾ ആക്രമിക്കപ്പെട്ട കാരണത്താൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്നാണ് വാചകത്തിൻ്റെ ഉദ്ദേശം. ഇങ്ങോട്ട് ആക്രമിച്ച് അത് തന്നെ നമ്മൾ നോക്കണം. മക്കയിൽ ജനിച്ച് മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്നതായ പ്രവാചകനെയും അനുയായികളെയും ആ നാട്ടിൽ നിന്ന് ആട്ടിയൊടിക്കുകയും അവർ 12 ദിവസം ഷൈബ് അബി താലിബിൽ ഇലകൾ മാത്രം ഭക്ഷിച്ച് കഴിയുകയും ചെയ്യുന്ന ഒരു ഘട്ടം. അവർക്ക് പോലും യുദ്ധം ചെയ്ത് തിരിച്ചടിക്കാൻ സമ്മതം കൊടുത്തിട്ടില്ല. പിന്നീടാണ് ഈ കച്ചവട സംഘം പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി അവരെ കൊള്ളയടിക്കാൻ നോക്കിയ സന്ദർഭത്തിലാണ് ഇതുണ്ടാകുന്നത്. അതിന് പാട് പറയേണ്ടി വരും. ഇങ്ങനെ നിങ്ങൾ പാട് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല, എൻ്റെ പ്രായം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാം എല്ലാവരെയും കൊല്ലലാണെങ്കിൽ ഇവിടെ 7 നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചു. ഒരാളെ ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊന്നിട്ടുണ്ടോ? 7 നൂറ്റാണ്ട് തന്നെ എത്രയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരാളെ അയാൾ ഹിന്ദുവാണ് എന്ന കാരണത്താൽ, എന്ന് മാത്രമല്ല അവരുടെ കൂട്ടത്തിലെ രജപുത്ര സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കുകയും അവരോട് അങ്ങേയറ്റം അടുത്ത് വർത്തിക്കുകയും പ്രധാനമന്ത്രിമാരും മറ്റു പല ഉദ്യോഗങ്ങളിലും അവരെ നിയമിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ 1ാമത്തെ അസിസ്റ്റൻ്റ് ആരായിരുന്നു? അദ്ദേഹത്തെ വലിയ ഭീകരനായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നതെങ്കിലും എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറിയത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഫണ്ട് കൊടുത്തു. അത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. മുഗൾ ഭരണം ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഈ രാജ്യത്ത് വ്യാപകമായി ക്ഷേത്രങ്ങൾ നശിപ്പിച്ച്
അല്ല, അത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. മുഗൾ കാലഘട്ടം ഒരു ഇരുണ്ട കാലഘട്ടമാണ്. അതിൻ്റെ നിറമല്ല പറയുന്നത്, ഇരുണ്ട കാലമാണെന്നുള്ളത്. അത് താങ്കൾ പറയുന്നത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. അല്ല, താങ്കൾ പറയുന്നത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ്. കാരണം മുഗൾ കാലഘട്ടത്തെ അങ്ങനെ വെള്ളപൂശാൻ പറ്റില്ല. താങ്കൾ ഗീതയെന്ന് എടുത്ത് വായിക്കണം. താങ്കൾ പറയുന്നത് ഇതാ ഗീതയെന്ന് വായിക്കണോ? അല്ല, മുഗൾ ഭരണകാലത്ത് ഇവിടെ സ്വർഗമായിരുന്നു എന്നത് താങ്കളുടെ അഭിപ്രായമാണ്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. തൽക്കാലം താങ്കൾ അതിന് ആങ്കർ എന്നല്ലാതെ നരകമാണ് എന്ന് താങ്കളുടെ അഭിപ്രായമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെടുന്നത് എനിക്കറിയാം. ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് മടിക്കല. ഞാൻ വിളിച്ച് പ്രത്യേകം ചോദിച്ചിരുന്നു ഇതെന്തായാലും ഒരു രീതിയിൽ. നിങ്ങൾ ഈ നാലാളും പറയുമ്പോൾ അതിന് മറുപടി എത്രയോ പോയിന്റുകൾക്ക് മറുപടി പറയേണ്ടത്. മറ്റൊന്നുമല്ല, ഇടപെടുന്ന മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ ബംഗ്ലാദേശ് വിഷയമാണല്ലോ ചർച്ച ചെയ്തത്. അവിടെ ക്ഷേത്രങ്ങൾ എന്തിനാണ് വ്യാപകമായി തകർക്കുന്നത്? ഇപ്പോൾ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തിൽ എന്തിനാണ് ഒരു ഹിന്ദു യുവാവിനെ കൊല്ലുന്നത്? പാകിസ്ഥാനിൽ എന്തിനാണ് ഇത്രയും ക്ഷേത്രങ്ങൾ തകർത്തത്? താങ്കൾ മറ്റുള്ളവർ ഇസ്ലാമിനെ കടന്നാക്രമിക്കുകയും ഇസ്ലാം യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന, മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കാത്ത എവിടെയൊക്കെ അവരുണ്ടോ അവിടെ മുഴുവനും കൊലകളും ഇതും നടത്തുന്നവരാണ് എന്ന് പറയുമ്പോൾ താങ്കൾ ഇടപെട്ടില്ലല്ലോ. ബംഗ്ലാദേശ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലല്ലോ. പരിമിതമായ തോതിൽ എൻ്റെ അനാരോഗ്യവും അതൊന്ന് താങ്കൾ എന്തുകൊണ്ട് ഞാൻ ഊരി അങ്ങ് ഇറങ്ങിപ്പോവും. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ താങ്കളുടെ ഇതിന് നിൽക്കാൻ വിചാരിച്ച് വന്ന അല്ല. ഞാൻ എൻ്റെ വീട്ടിലാണ് ഇത്. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കളും ഇടപെടുക. മറ്റവരാണെങ്കിൽ ഒരുപാട് പറഞ്ഞ പോയിന്റുകളുണ്ട്. ഞാൻ ആകെ ഒരു പോയിന്റിൻ്റെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാം യുദ്ധത്തിന് അനുവദിക്കുന്നില്ല, മറ്റുള്ള മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലാൻ പറയുന്നില്ല. പ്രവാചകൻ നിര്യാതനാകുമ്പോൾ മക്കയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല, 5000 ആളുകളുണ്ടായിരുന്നത്. കൊല്ലാൻ പറഞ്ഞില്ലല്ലോ. ഒരുപാട് ആളുകളെ, പ്രവാചകനെയും അനുയായികളെയും ഭീകരമായി ഉപദ്രവിക്കുകയും നാടുകടത്തുകയും എല്ലാ അർത്ഥത്തിലും അവർക്കെതിരെ ഊരുവെൽക്കുകയും ചെയ്ത ആൾക്കാർ അവരെ കൊണ്ടുവന്നിട്ട് ഇവരെ പിടിച്ചു കൊണ്ടുവന്ന് ഫത്ത് മക്ക എന്ന് പറയും, മക്ക വിജയം. അന്ന് പ്രവാചകന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താ? ഇദ്ഹബൂ അൻതും തുലഖാ, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ ഞാൻ വിട്ടയച്ചിരിക്കുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല. ഒരു വിപ്ലവം ഇതും നാട് കടത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും എല്ലാ അർത്ഥത്തിലും ഊരുവെൽക്ക് കൽപ്പിക്കപ്പെടുകയും ചെയ്തായ ഒരു വിഭാഗം. ആ വിഭാഗം തിരിച്ചടിച്ച് അവരുടെ കയ്യിൽ അധികാരം വന്നപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല. അന്ന് മുസ്ലിങ്ങൾ യൂസഫ് എന്ന് പറയുന്ന ജോസഫിനെ പിടിച്ച് കെറ്റിലിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് അവസാനം അവരുടെ അധികാരത്തിൽ വന്നു. ഈ ബ്രദേഴ്സൊക്കെ അദ്ദേഹത്തിന് അടുത്ത അരി വാങ്ങാനും സാമാനം വാങ്ങാനും ഒക്കെ എത്തി. അന്ന് അദ്ദേഹം അവരോടൊക്കെ പോയിക്കോളൂ, ഇന്നെ കിണറിലേക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ വാചകമാണ് ആവർത്തിച്ചത്. നിങ്ങളെ ഞാനതാ യൂസഫ് ബ്രദേഴ്സിൽ വിട്ടാൽ ഞാൻ വിട്ടയക്കുന്നു. ഇതുപോലത്തെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ കഴിയും. പിന്നെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കുഴപ്പം, കലാപം ആണോ? മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ സാമ്രാജ്യത്വം മുസ്ലിം രാജ്യങ്ങളെ അധീനപ്പെടുത്തുകയും അവരുടെ ഇച്ഛ ഭരണം അവിടെ നടപ്പാക്കുകയും അവിടുത്തെ ഈ സാധനങ്ങൾ മുഴുവനും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്ത് അവസാനം അതിനെതിരെ തിരിച്ചടി ഉണ്ടായി. എന്നിട്ട് പോലും എത്ര മാന്യമായിട്ടാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ആ മുസ്ലിങ്ങളെ കൊല്ലിയലാണ് മുസ്ലിങ്ങളെ ജോലിയെങ്കിൽ ഇവിടെ നിന്ന് ഹിന്ദുക്കളായ 2.5 ലക്ഷം ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം സുഹൃത്തിനെ, അതായത് ഹിന്ദുവിനെ, അയാൾ മുസ്ലിം അല്ല എന്ന കാരണത്താൽ കൊന്ന അയാളുടെ നഖത്തിനെങ്കിലും എന്തെങ്കിലും ഒരു പരിക്കേൽപ്പിച്ച് ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ കഴിയും. എത്ര വിശാലമായിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും നിങ്ങൾ ഇസ്ലാമിനെ മുസ്ലിങ്ങളെയും വിമർശിക്കുകയും തെറി പറയുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ അവർ എന്തെങ്കിലും ഒന്ന് ഈ മതത്തിന്, ഇവിടെ ഹിന്ദു മതത്തിനും ആണെങ്കിൽ ചർച്ച ചെയ്യാലോ. ഇസ്ലാം മാത്രമല്ലല്ലോ ഇവിടെ പ്രതിക്കൂട്ടി നിർത്തപ്പെടേണ്ടത്. ഹിന്ദുക്കൾ കാലഘട്ടമൊക്കെ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് പറയുകയാണെങ്കിൽ ഈ പ്രായത്തിലും. അപ്പം ഈ വെറുതെ കിട്ടുന്ന അവസരങ്ങൾ ചർച്ച ബംഗ്ലാദേശിൽ നിന്ന് വെക്കുക, എന്നിട്ട് ചർച്ച തെറി മുഴുവനും ഇസ്ലാമിന്. അതുകൊണ്ട് ഇസ്ലാമിനെ ഇതുപോലത്തെ സമാധാനത്തിലുള്ള ഒരു സംവിധാനം ലോകത്തുണ്ടായിട്ടില്ല. അതേ അഭിപ്രായമാണോ ടീച്ചർക്കുള്ളത്? കാരണം ഈ മുസ്ലിം രാജ്യങ്ങൾ ഒരു വാക്കുകൂടി അല്ല, ഒരു വാക്കുകൂടി, ഒരൊറ്റ വാക്ക്, കുരിശ് യുദ്ധം മുസ്ലിങ്ങളാണ് ഉണ്ടാക്കിയത്. 1 മിനിറ്റ് നിൽക്ക്. 1, 2 ലോകമഹായുദ്ധങ്ങൾ മുസ്ലിങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചരിത്രത്തിൽ ഏറ്റവും അധികം രക്തം ചിന്തിയ ധാര ഈ ജാതി ടീച്ചർ പറഞ്ഞോട്ടെ. ശരി, ഞാൻ മതിയാക്കി.